ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആവേ മരിയ. പ്രിയമുള്ള മക്കളെ, ഞാനിപ്പോൾ 3 പാർട്ട് കഴിഞ്ഞു. ഇത് 4-മത്തേതാണ്. ഇനിയും കുറേശ്ശായിട്ട് അങ്ങനെ പറയാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അതായത് അച്ഛൻ പറഞ്ഞ അടുത്തൊരു പോയിന്റ് ചേച്ചി പറയണം. പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ ഇങ്ങനെ പറയണം. വെറുപ്പും വിദ്വേഷവും നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, നമുക്ക് ആരോടെങ്കിലും വെറുപ്പും വിദ്വേഷം ഉണ്ടെങ്കിൽ ഒരു ആസിഡ്, അതായത് ഒരു വിഷം നാം നമ്മുടെ ശരീരത്തിലേക്ക് ഒഴിക്കുകയാണ് അത്ര ചെയ്യുന്നത്. നാം ക്ഷമിച്ചാൽ ആർക്കോ ചെയ്യുന്ന ഒരു ഔദാര്യമാണെന്ന് നമുക്ക് തോന്നിയേക്കാം. പക്ഷേ നാം ക്ഷമിക്കുമ്പോൾ നമുക്ക് തന്നെ ഗുണം ചെയ്യുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് വെറുപ്പുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് എപ്പോഴും ആ വ്യക്തിയെ ഇങ്ങനെ ഫോളോ ചെയ്യും, അല്ലേ? ആ വ്യക്തി തന്നെയായിരിക്കും നമ്മുടെ മനസ്സിൽ. ഇത് തന്നെ നമ്മുടെ ഒരു വിഗ്രഹമായിട്ട് മാറിത്തീരും. ഇത് നമ്മുടെ ശരീരത്തിൽ, തലച്ചോറിൽ ഒരു രാസവസ്തു ഉൽപ്പാദിപ്പിക്കുമത്രേ. നമ്മുടെ ആത്മശരീര മനസ്സിനെ അത് രോഗികളാക്കി തീർക്കും. ഇതിങ്ങനെ ഉൽപ്പാദിപ്പിച്ചു കൊണ്ടിരിക്കുന്ന വെറുപ്പും വിദ്വേഷവും നമ്മിലേക്ക് വരുമ്പോൾ നാം കഠിന രോഗികളായിത്തീരുന്നു. പലരും രോഗികളായി തീരുന്നതും ഇങ്ങനെ തന്നെയാണ്. വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ദോഷം ചെയ്യാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. വിദ്വേഷം മൂലം പലരും അശുദ്ധരായി തീരുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ രോഗികളായി തീരുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. വെറുപ്പും പിണക്കവും നമ്മെ തന്നെയാണ് നശിപ്പിക്കുന്നത്. അതാണ് കർത്താവ് പറയുന്നത്. നമ്മെ കൊല്ലാനും മോഷ്ടിക്കാനും നശിപ്പിക്കാനും വേണ്ടി വരുന്നവനാണ് സാത്താൻ. അതുകൊണ്ട് പറയുന്നു, സാത്താന് നിങ്ങൾ, എഫെസോസ് 4:26, സാത്താന് നിങ്ങൾ ഇടം കൊടുക്കരുത്. വൈരാഗ്യത്തിൻ്റെ പൈശാചിക പീഡ രോഗിയാക്കി നമ്മെ തളർത്തിക്കളയും. പ്രൈസ് ദി ലോർഡ്. ആരാണോ ഒരാൾ നമ്മെ മുറിവുണ്ടാക്കിയെന്ന് വിചാരിക്കൂ. അച്ഛൻ അവിടെ പറഞ്ഞ ഒരു ഉദാഹരണമാണ്. ഒരു പട്ടി നിങ്ങളെ കടിച്ചിട്ട് അങ്ങോട്ട് പോയാൽ ആ പട്ടി പിന്നെ നിങ്ങളെക്കുറിച്ച് ഓർക്കുമെന്ന് കണ്ടു. അകാരണമായി നമ്മെ ആരെങ്കിലും പീഡിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്താൽ അച്ഛൻ ഉപയോഗിച്ച വാക്കതാണ്. ആ പട്ടി, കടിച്ചു പോയ പട്ടി നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നേ ഉണ്ടാവില്ല എന്ന്. പക്ഷേ നിങ്ങളെപ്പോഴും ആ പട്ടിയെക്കുറിച്ച് ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയാണെന്ന്. ഹല്ലേലൂയ. ആരാണോ മുറിവുണ്ടാക്കിയത് അവരെ കൊണ്ട് മുറിവുണക്കാം എന്ന് നിങ്ങൾ കരുതരുത്. അതായത് കുരിശിൽ നഷ്ടപ്പെട്ടത് മുഴുവനും യേശുവിനെ തിരിച്ചു കിട്ടി. അത് നഷ്ടപ്പെടുത്തിയവരല്ല കൊടുത്തത്. എന്നാലോ പിതാവായ ദൈവമാണ് അത് മുഴുവൻ കൊടുത്തത്. നാം മനസ്സിലാക്കുക. അതായത് എനിക്ക് നഷ്ടപ്പെട്ടതൊന്നും നഷ്ടപ്പെടുത്തിയവരല്ല തരേണ്ടത് ദൈവമാണ്. അത് ദൈവത്തിൻ്റെ കയ്യിൽ ഇരിക്കുന്നതായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കണത്രേ. എന്നിട്ട് 2 കരങ്ങളും ഉയർത്തി നാം ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കാൻ. അപ്പോൾ ഈ വെറുപ്പും വിദ്വേഷവും മാറി നമുക്ക് തരേണ്ടത് ദൈവത്തിൻ്റെ കരത്തിൽ നിന്ന് തന്നുകൊണ്ടിരിക്കുമെന്ന്. പ്രൈസ് ദി ലോർഡ്. അടുത്തൊരു വാക്ക് പറയാണ്, വിവിധ പരീക്ഷണങ്ങൾക്ക് ശേഷമാണ് ഒരനുഗ്രഹം ദൈവം നമുക്ക് തരുന്നത്. അവിടുത്തെ പീഡാനുഭവത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും യോഗ്യതയാൽ മഹിമയുടെ ഉയർപ്പ് പ്രാപിക്കാൻ. ഹല്ലേലൂയ. എന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം? പീഡാനുഭവവും കുരിശുമരണവും കടന്നു പോകാതെ, യേശു നടന്ന വഴിയിലൂടെ നടക്കാതെ ഒരുവനും യേശുവിൻ്റെ സൗഭാഗ്യങ്ങളെ സ്വന്തമാക്കാൻ സാധിക്കില്ല തന്നെ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരു പരീക്ഷണങ്ങൾക്ക് ശേഷമാണ് ഒരനുഗ്രഹം ദൈവം നമുക്ക് തരിക. ആ പരീക്ഷണത്തിൽ നാം എത്ര വിശ്വസ്തത തെളിയിച്ചു എന്ന് ദൈവം പരിശോധിക്കുന്നു. അവിടെയെല്ലാം പ്രവാചകന്മാരെയും വിശുദ്ധരെയും നമുക്ക് മാതൃകയാക്കാം. ഉദാഹരണത്തിന് അബ്രാഹത്തെ നമുക്കെടുക്കാം. ഒരു കൂടപ്പറപ്പായിരുന്നു ലോത്ത്. ഈ ലോത്തിനെയും ഭാര്യ സാറയെയും കൂട്ടിയാണ് നെഗബ് എന്ന സ്ഥലത്തേക്ക് കർത്താവിൻ്റെ വാഗ്ദാനപ്രകാരം കടന്നുപോയത്. അവിടെ ചെന്ന് ധാരാളം സ്വത്തുക്കൾ ദൈവം അവർക്ക് കൊടുത്തു. പിന്നീട് അവർ തമ്മിൽ, അതായത് പരിചാരകർ എന്നാണ് പറയുന്നത്, അവിടെ കലഹമുണ്ടായി. അപ്പോൾ ലോത്ത് അബ്രാഹത്തോട് ഒരല്പം അനിഷ്ടം കാണിക്കുന്നു എന്ന് തോന്നിയ നിമിഷം തന്നെ അവിടെ വെച്ച് പാർട്ടീഷൻ, അതായത് ഭാഗം വെപ്പ് നടത്തുകയാണ് അബ്രാഹം പറയുകയാണ്, നമ്മൾ തമ്മിൽ കലഹിക്കരുത്, കാരണം നമ്മൾ സഹോദരങ്ങളാണ്. അതുകൊണ്ട് നിനക്കിഷ്ടമുള്ള ഭാഗം നീ എടുത്തുകൊള്ളുക, മറ്റത് തന്നാൽ മതി എനിക്ക്.
അബ്രാഹത്തിനറിയാം എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഈ ഭൂമിയിൽ തന്നെ 100 ഇരട്ടി. നിനക്ക് എന്ത് വേണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ? അല്ലാതെ ആ ലില്ലിയെ നോക്ക്, ആ കാക്കകളെ നോക്ക്, നീ അനുഗ്രഹിച്ച് കർത്താവ് ഈ നിമിഷം കണ്ട് 10 ദിവസം കഴിഞ്ഞ് ഇല്ലാത്തവയെ ഇത്ര മനോഹരമാക്കി ഒരുക്കുന്നുവെങ്കിൽ ദൈവം നിന്നെ ഒരുക്കുന്നവനാണ്. ഈ ലോകത്തിൽ നിനക്ക് എന്തൊക്കെ വേണമെന്ന് നീ ആഗ്രഹിക്കുന്നുവോ ഒരു പരിമിതി വെച്ച് ദൈവത്തിൻ്റെ ഹിതാനുസരണം നീ ചോദിച്ചാൽ ദൈവം നിശ്ചയമായും നിനക്കത് തന്നിരിക്കും. എൻ്റെ അനുഭവം അതാണ് മക്കളെ. ഹല്ലേലൂയ. ഇനി ഇത് അപ്പോൾ ശരി, ഭാഗം നീ നിനക്ക് ഇഷ്ടമുള്ള ഭാഗം എടുത്തോളാൻ ലോത്തിനോട് പറയാണ്. പിന്നീട് ലോത്ത് താമസിച്ച ആ സ്ഥലമായിരുന്നു സൊദോം ഗൊമോറ. ദൈവം അത് നശിപ്പിച്ചു കളഞ്ഞു. എന്നാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഈ അബ്രാഹം അവിടെ വളർന്ന് സമ്പത്തും സൗഭാഗ്യങ്ങൾ കൊണ്ട് നിറഞ്ഞു. ഒരു പോയിന്റ് ചേച്ചി അതിൻ്റെ ഉള്ളിൽ പറയാണ്, അബ്രാഹം ഓരോ മേഖലകളിലും കിട്ടിയിരുന്ന മുതലിൻ്റെ ദശാംശം ആ പുരോഹിതന് കൊടുത്തിരുന്നുവെന്ന് വചനം എടുത്തു പറയുന്നു. ദശാംശം കൊടുക്ക്. കർത്താവ് പറയുന്നു, നിങ്ങൾ ദശാംശം കൊടുക്കുവിൻ, സ്വർഗ കവാടങ്ങൾ തുറന്ന് നിങ്ങളെ ഞാൻ അനുഗ്രഹിക്കുകയില്ലേ എന്ന് നിങ്ങൾ പരീക്ഷിച്ചു നോക്കാൻ. ഹല്ലേലൂയ. രണ്ടാമത് അബ്രാഹത്തെ വീണ്ടും ദൈവം പരീക്ഷിക്കുന്നതാണ്. കുഞ്ഞുങ്ങളില്ലാതിരുന്നു. അവസാനം ഹാഗാറിനെ കല്യാണം കഴിക്കുന്നു. അതിൽ നിന്നൊരു കുഞ്ഞ് ജനിക്കുന്നു, ഇസ്മായിൽ. എന്നാൽ കുറച്ചു കാലം കഴിഞ്ഞപ്പം കർത്താവ് പറയുന്നു അമ്മയെയും മകനെയും മരുഭൂമിയിലേക്ക് വിടാൻ. അബ്രാഹാം അതും അനുസരിക്കുകയാണ്. ഒരു ചെറുപ്പം സ്ത്രീയായിരുന്നു, ആദ്യത്തെ മകനായിരുന്നു. എങ്കിലും ദൈവത്തിൻ്റെ ഇഷ്ടം അബ്രാഹാം നിറവേറ്റി അവരെ മരുഭൂമിയിലേക്ക് വിട്ടു. അവരെ പുലർത്താൻ കഴിവുള്ള ദൈവമാണ് എൻ്റെ ദൈവമെന്ന് അബ്രാഹാം വിശ്വസിച്ചിരുന്നു. ഹല്ലേലൂയ. അടുത്തത് ഒരു കുഞ്ഞിനെ കൊടുത്തു, ഇസഹാക്കിനെ. ആ ഇസഹാക്കിനെ കർത്താവ് ഇതുപോലെ പറയുന്നു, നീ ആ മകനെയും കൂട്ടി ബലി തരാൻ എനിക്ക് വന്നു. ദൈവം നമ്മെ പലപ്പോഴും കുട്ടികളെ പരീക്ഷിക്കും. നമ്മുടെ വിശ്വസ്തത തെളിയിക്കാൻ ദൈവം തരുന്ന അവസരങ്ങളാണവ. അല്ലാതെ ദൈവം ഒരിക്കലും നമ്മെ ഉപേക്ഷിക്കുന്നില്ല. ഈ പ്രായം വരെയായ ചേച്ചിയാണ് എൻ്റെ കുട്ടികളോട് പറയുന്നത്. 30 വർഷമായി കർത്താവിനോടൊത്ത് യാത്ര പുറപ്പെടുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ വിറകും ചുമന്ന് നടന്നൊരു നടപ്പാണ് ഞാനും നടന്നുകൊണ്ടിരുന്നത്. എങ്കിലും എൻ്റെ ദൈവം എൻ്റെ കരം പിടിച്ചിരുന്നു. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെ പൂർണ്ണമായി ഞാൻ വിശ്വസിച്ചിരുന്നു. എന്താ പറയുക, എന്നെ വളരെ ബലപ്പെടുത്തിയൊരു വചനഭാഗമായിരുന്നു ഇത്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 19-ാം തിരുവാക്യം. 100 വയസ്സായ തൻ്റെ ശരീരം മൃതപ്രായമായിരിക്കുന്നെന്നും സാറായുടെ ഉദരം വന്ധ്യമാണെന്നും അറിയാമായിരുന്നിട്ടും അവൻ്റെ വിശ്വാസം ദുർബലമായില്ല. വിശ്വാസമില്ലാത്തവനെ പോലെ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിനെതിരായി അവൻ ചിന്തിച്ചില്ല. മറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു. വാഗ്ദാനം നിറവേറ്റാൻ ദൈവത്തിന് കഴിയുമെന്ന് അവന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. ഈ ഒരു ബോധ്യമാണ് എൻ്റെ കുട്ടികളെ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത്. നിങ്ങൾ വിശ്വസിക്കുക മാത്രം ചെയ്യുക. വിശുദ്ധരാകാൻ ശ്രമിക്കുക. എപ്പോഴും പ്രാർത്ഥിക്കുക. ദൈവം നമുക്ക് ഈ പ്രാർത്ഥനാവരം തരുന്നത്, ഇപ്പം നമ്മൾ യാക്കോബിനെ കാണുന്നുണ്ട്. ആ യാക്കോബ് അവിടെ വെച്ച് ഭാര്യയെയും കുട്ടികളെയൊക്കെ വിട്ടിട്ട് ആ സ്ഥലത്ത് അവിടെ കിടക്കുകയാണ്. ആ സമയത്താണ് ഒരു ദൈവദൂതൻ എന്നാണ് വചനം പറയുന്നത്. അത് ദൈവമായിരുന്നു. അവിടെ വന്ന് യാക്കോബിനോടും മല്ലിടുകയാണ്. നേരം വെളുക്കുന്നത് വരെ മല്ലിട്ടു. ആ മല്ലിടൽ കഴിഞ്ഞപ്പോൾ വലത്തെ തൊട, സ്നായു എന്നാണ് പറയുന്നത്, അതങ്ങോട്ട് ചെരിഞ്ഞു. എന്നിട്ട് മല്ലിടൽ നിർത്തിയില്ല. അപ്പോൾ പുലരാറായപ്പോൾ നീ എന്നെ വിടാൻ പറയാണ്. അപ്പോൾ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, എന്നെ അനുഗ്രഹിക്കാതെ ഞാൻ നിന്നെ വിടില്ലാന്ന്. ഇതാണ് ഈ പ്രാർത്ഥന മക്കളെ. ആ മല്ലിടലാണ് പ്രാർത്ഥന. എന്നെ അനുഗ്രഹിക്കാതെ ഞാൻ വിടില്ല. നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കും ഓരോ കാര്യം സാധിച്ചു കിട്ടാൻ. നിങ്ങൾ നിർത്തരുത്. അത് ബാങ്കിൽ അക്കൗണ്ട് പോലെ അവിടെ കെടുക്കുന്നുണ്ടായിരിക്കും, നിങ്ങൾക്ക് കിട്ടിയിരിക്കും. പ്രൈസ് ദി ലോർഡ്. ആ മല്ലിടൽ കഴിഞ്ഞപ്പോൾ ഉടനെ ദൈവം പറയുന്ന വാക്കാണ്, നീ ഇന്നു മുതൽ ദാസനായ യാക്കോബല്ല, നീ അനുഗ്രഹം പ്രാപിച്ച ഇസ്രായേൽ എന്ന് നീ വിളിക്കപ്പെടും. അവൻ അന്ന് ഇസ്രായേൽ എന്ന് പേരിട്ടു കർത്താവ്.
പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഇസ്രായേലാവണം. ഹല്ലേലൂയ. ദൈവം എൻ്റെ മക്കളെ അനുഗ്രഹിക്കട്ടെ. കുട്ടികളെ, ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം ചേച്ചിക്ക് എൻ്റെ കുട്ടിയോട് പറയാനുള്ളതാ, ആ കുട്ടിയെ ബലി കൊടുക്കാൻ അബ്രാഹത്തോട് പറഞ്ഞപ്പോൾ അബ്രാഹം അതും അനുസരിക്കുകയാണ്, കൊണ്ടുപോവുകയാണ് കുട്ടിയെ ബലി കൊടുക്കാൻ. അവിടെ കർത്താവ് പറയുന്നു, എൻ്റെ മക്കളിലൂടെ ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ആകാശത്തിലെ നക്ഷത്രം പോലും മണൽത്തരി പോലെ. അതെൻ്റെ ദൈവം എന്നോട് പറഞ്ഞിരിക്കുന്നതെന്നോണ പറഞ്ഞിരിക്കുന്നതല്ല. കാരണം അവൻ ദൈവമാണ്, അവൻ വാഗ്ദാനം നിറവേറ്റാൻ കഴിവുള്ളവനാണ്. അതുകൊണ്ട് എൻ്റെ കുഞ്ഞിനെ ഞാൻ കൊന്നു കഴിഞ്ഞാലും അവനെ ഉയർപ്പിക്കുമെന്ന് അബ്രാഹത്തിന് അറിയാമായിരുന്നു. ഹല്ലേലൂയ. അവിടെ പിന്നെ വാളെടുക്കുന്നത് വരെ ദൈവം നിശബ്ദനായിരുന്നു. അത് കഴിഞ്ഞ് അബ്രാഹമേ ഇതാ ആ ആടിനെ ബലി കൊടുക്കാൻ പറഞ്ഞൊരു കുഞ്ഞാടിനെ അവിടെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പം എൻ്റെ പൊന്നുമക്കളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യമാണ്, നിങ്ങൾ വിശ്വസിക്കുക. അബ്രാഹത്തെ പോലെ നിങ്ങൾ പൂർണ്ണമായും ബൈബിളിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് മുഴുവനും വാഗ്ദാനങ്ങളാണ്. 5000-ലധികം വാഗ്ദാനങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഓരോ ആവശ്യങ്ങൾ പറയുമ്പോൾ ആ വചനം വെച്ചുകൊണ്ട് ഈ വചനത്തിൻ്റെ അനന്ത യോഗ്യതയാൽ ശക്തിയാൽ ഈ ആഗ്രഹം എനിക്ക് സാധിച്ചു തരണമേ എന്ന് പറഞ്ഞ് ചോദിക്കുക. യോഹന്നാന്റെ സുവിശേഷം 16:23 പറയാണ്, നിങ്ങൾ എൻ്റെ നാമത്തിൽ ഇതുവരെ എൻ്റെ പിതാവിനോട് ചോദിച്ചിട്ടില്ലൊന്നും, ചോദിച്ചാൽ നിങ്ങൾക്കത് കിട്ടിയിരിക്കും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഒരു കാര്യം കൂടി ചേച്ചിക്ക് പറയാനുള്ളതാണ്. ഹല്ലേലൂയ. ദൈവം നമ്മെ ദർശനവരം തന്ന് വചനം തന്ന് അനുഗ്രഹിക്കുന്നത് മറ്റുള്ളവരെ ബലപ്പെടുത്താനാണ്. നമ്മുടെ വലിയ മഹത്വം കൊണ്ടൊന്നല്ല മക്കളെ. നമ്മുടെ കുടുംബത്തിലെ വിശ്വാസം വർദ്ധിപ്പിക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവരിൽ നിന്ന് സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പരീക്ഷകൾ എളിമയോടെ സഹിക്കാനും ശാന്തരാകാനും വേണ്ടിയാണ്. പത്രോസിനോട് ദൈവം ചോദിച്ചു, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? നീ ജീവനുള്ള ദൈവം, കണ്ട, ജീവനുള്ള ദൈവം, ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു, യോനായുടെ പുത്രനായ ശമയോനെ, നീ ഭാഗ്യവാൻ. നിനക്ക് ലോട്ടറി കിട്ടിയതുകൊണ്ടോ, നീ വലിയ അംബാനി ആയതുകൊണ്ടല്ല ഭാഗ്യവാൻ. നീ ഭാഗ്യവാൻ. മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. നീ ഈ പത്രോസാണ് ആദ്യത്തെ മാർപ്പാപ്പ. അനേക മക്കളെ വിശ്വാസത്തിൽ ഉറപ്പിക്കാൻ ദൈവം സ്വർഗീയ വെളിപ്പെടുത്തലുകൾ നമുക്ക് തരുന്നു. പ്രിയമുള്ള മക്കളെ, അതുകൊണ്ട് ഒരു കാര്യത്തിലും അവിശ്വസ്തത തോന്നാതെ, ആരോടും വെറുപ്പ് വയ്ക്കാതെ, എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് മുഴുവനും എൻ്റെ ദൈവം അറിഞ്ഞിട്ടാണ് എന്ന വിശ്വാസത്തോടെ പ്രാർത്ഥനയിൽ ശക്തി പ്രാപിച്ച് ജപമാല ചൊല്ലി ബൈബിൾ വായിച്ച് ദിവ്യബലിയിൽ പങ്കെടുത്ത് ഈ ലോകത്തിൽ തന്നെ വേറിട്ട മറ്റൊരു വഴിയിലൂടെ ആത്മീയ യാത്ര തുടരുക. ദൈവം എല്ലാ വ്യൂവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, നീതിമാനായ വിശുദ്ധ പിതാവേ, അപ്പസ്തോല ഗണങ്ങളെ, മാലാഖമാരെ, വിശുദ്ധരെ, നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി. തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ, ആമേൻ.